ഹലോ ഫ്രണ്ട്സ്, അബീസ് അച്ചു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോണായ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G എന്ന ഫോണാണ്. ഈ മാസം 15-ാം തീയതി MI സ്റ്റോറിൽ നടന്ന ഫ്ലാഷ് സെയിലാണ് ഈ ഫോൺ ഞാൻ ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത് 2 ദിവസം കൊണ്ട് തന്നെ ഫോൺ ഡെലിവറി ചെയ്തു. വളരെ ഫാസ്റ്റായിട്ടുള്ള ഡെലിവറിയാണ് MI സ്റ്റോർ നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. ഇതാണ് റെഡ്മിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G എന്ന ഫോൺ. സ്നാപ്ഡ്രാഗൻ്റെ പുതിയ പ്രോസസ്സറായ 695 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ട്രൂലി ഗ്ലോബലായ 7 5G ബാൻഡ് വരെ ഈ ഫോൺ സപ്പോർട്ടാണ്. പിന്നെ 120Hz സൂപ്പർ ആമോലെഡ് ഡോട്ട് ഡിസ്പ്ലേയാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൽ ഇൻബോക്സ് ആയിട്ട് തന്നെ 67 വാട്ടിൻ്റെ ടർബോ ചാർജർ കൂടെ കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റിയർ 108 MB AI ട്രിപ്പിൾ ക്യാമറയും സെൽഫി 16 MB വരുന്നത്. 3 GB വരെ ആകാവുന്ന വിർച്വൽ റാം, ഡുവൽ സ്പീക്കേഴ്സ്, IR ബ്ലാസ്റ്റർ എന്നിവയെല്ലാം റെഡ്മി ഈ ഫോണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൺ ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ ലിക്വിഡ് കൂൾ ടെക്നോളജിയും നൽകിയിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇതാണ് റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G എന്ന ഫോൺ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 8 GB റാമും 256 GB റോമും വരുന്ന എഡിഷനാണ്. ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് ബാക്കി എല്ലാ റെഡ്മിയുടെ ഫോണുകളിൽ കിട്ടുന്ന പോലെ ഒരു സിം ഇജക്ഷൻ ടൂളും ഒരു പ്രൊട്ടക്ഷൻ കേസും കൂടി കിട്ടുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണ് ഫോണിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. ബോക്സിൽ നമുക്ക് 67 വാട്ടിൻ്റെ ടർബോ ചാർജറും കൂടാതെ ടൈപ്പ് സി കേബിളും കൂടെ കിട്ടുന്നുണ്ട്. ഫോണിലെ സ്റ്റിക്കർ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. വളരെ പ്രീമിയം ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് റെഡ്മി ഈ മൊബൈലിന് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് പാനലാണ് നൽകിയിട്ടുള്ളത്. ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. കൂടാതെ വോളിയം റോക്കേഴ്സും ഈ സൈഡിൽ തന്നെ നമുക്ക് കാണാം. ഫോണിൻ്റെ താഴ്വശം നോക്കിക്കഴിഞ്ഞാൽ സിം ഹോൾഡർ, ചാർജിംഗ് പോർട്ട്, മൈക്ക് കൂടാതെ റിങ്ങറും നമുക്ക് കാണാൻ സാധിക്കും. ഫോണിൽ സ്റ്റീരിയോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ മുകൾ വശത്തും സ്പീക്കറും, ഒരു ഹെഡ്ഫോൺ പോർട്ട്, ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും, ഒരു IR ബ്ലാസ്റ്ററും നമുക്ക് കാണാം. ഫോണിൻ്റെ റിയർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 108 MB ഒരു വൈഡ് ക്യാമറയും 8 MB ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 MB ഒരു മാക്രോ ക്യാമറയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫോൺ ഫസ്റ്റ് ഓൺ ആകുമ്പോൾ തന്നെ MIUI 13ൻ്റെ UI ആണ് വരുന്നത്. പക്ഷേ ആൻഡ്രോയിഡിൽ വേറെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. ആൻഡ്രോയിഡ് 11 തന്നെയാണ് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡോട്ട് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കമ്പനി നൽകിയിരിക്കുന്നത്. കൂടാതെ 120Hz വരെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ടാണ്. 1200 നിറ്റ്സ് ആണ് ഈ ഡിസ്പ്ലേയുടെ മാക്സിമം ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഉപയോഗിച്ചാലും വേറെ കുഴപ്പമൊന്നുമില്ല, കാണാൻ സാധിക്കും. സെറ്റിങ്സിലോട്ട് വരുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ MIUI 13 ആണ് നമുക്ക് ഈ ഫോണിൽ സ്റ്റോക്കായിട്ട് വരുന്ന UI. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ് കിട്ടുന്നത് നമുക്ക്. 8 GB റാം പ്ലസ് 3 GB വിർച്വൽ റാമാണ് ഈ ഫോണിൽ വരുന്നത്. അതേപോലെ തന്നെ ഒറ്റ കോർ മാക്സ് 2.2 GHz CPU ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് സെറ്റപ്പാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്, വേറെ ലാഗൊന്നും വരുന്നില്ല. ഇതിൻ്റെ ക്യാമറ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു ക്വാളിറ്റിയുള്ള ക്യാമറ സെറ്റപ്പ് ഒന്നും അല്ല ഇതെനിക്ക് തോന്നിയത്. കാരണം 108 MB ക്യാമറ സെറ്റപ്പ് എന്നിട്ട് ഇത് വലിയ ക്വാളിറ്റി ഒന്നും കാണിക്കുന്നില്ല. 48 MBയും 108 MB ഒക്കെ ഏകദേശം കണക്കാണ്. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ വീഡിയോ മോഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p at 30 frames/second ആണ്. അത് 25,000 രൂപയുടെ ഒരു ഫോണിൽ വളരെ കുറവായിട്ടുള്ള റെസൊല്യൂഷനാണ്. കാരണം 12,000 രൂപയ്ക്ക് വാങ്ങുന്ന റെഡ്മി നോട്ട് 10ൽ നമുക്ക് മാക്സിമം 4K വരെ ഷൂട്ട് ചെയ്യാൻ കഴിയും. കൂടാതെ 1080p at 60 FPS വരെ സപ്പോർട്ടാവും.
നമുക്ക് 108 MB മോഡ് ഓണാക്കി ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇതാ 108 MB മോഡിലിട്ട് എടുത്ത ഫോട്ടോയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് 108 MBയുടെ ഒരു ക്വാളിറ്റി ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി 108 MB എന്ന് പറയുന്നതാണ്. ഇപ്പം നമുക്ക് വേറൊരു മോഡലെടുത്ത് 48 MBയിലിട്ട് എടുത്തു കഴിഞ്ഞാലും ഇതേ ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി 108 MB എന്ന് പറയുന്നതേ ഉള്ളൂ. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ച് അത് എടുക്കണ്ട. ഫ്രണ്ട് ക്യാമറയിലോട്ട് വരുമ്പോഴത്തേക്കും 16 MBയുടെ f2.4 അപ്പർച്ചർ വാല്യൂ ഉള്ള ഒരു ക്യാമറ സെൻസറാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി വരുന്നുണ്ട്. ഇതിൽ 8 MBയുടെ അൾട്രാവൈഡ് ക്യാമറയാണ് വരുന്നത്. f2.2 അപ്പർച്ചർ വാല്യൂ ഉള്ള 118 ഡിഗ്രി വരെ വൈഡായിട്ടുള്ള ഇമേജ് നമുക്ക് എടുക്കാം. വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ മാക്സിമം 1080p റെസൊല്യൂഷനിലും മിനിമം 720p റെസൊല്യൂഷനിലുമാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. അറ്റ് 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ 120Hz റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ടാണ്. ഇപ്പോൾ 60Hz ആണ് സ്റ്റോക്കായിട്ട് വരുന്നത്. നമുക്ക് ആവശ്യമെങ്കിൽ സെറ്റിംഗ്സിൽ കയറി 120Hz ആക്കാവുന്നതാണ്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ആൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. ഈ ഫംഗ്ഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ സ്ലീപ്പ് ആയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സമയം, ഡേറ്റ് എന്നിവ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. പക്ഷേ സാംസങ്ങിലൊക്കെ ഉള്ളതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എപ്പോഴും ഓൺ ആയിരിക്കില്ല. നമ്മൾ ടാപ്പ് ചെയ്ത് ജസ്റ്റ് 10 സെക്കൻഡ് മാത്രമേ ഇത് ഓൺ ആയിരിക്കുകയുള്ളൂ. ഫോണിൽ സ്റ്റോക്കായിട്ട് തന്നെ പലതരം ക്ലോക്കുകളും അനിമേഷൻസും വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ എനേബിൾ ചെയ്യാവുന്നതാണ്. ഫോണിൻ്റെ ബാറ്ററി സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഫോണിൽ വരുന്നത്. കൂടാതെ നമുക്ക് ബോക്സിൽ 67 വാട്ടിൻ്റെ ടർബോ ചാർജർ കിട്ടുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുത്തുന്നത് 0 നിന്ന് 15 മിനിറ്റ് കൊണ്ട് 51%, 42 മിനിറ്റ് കൊണ്ട് 100% ആവുമെന്നാണ്. നെക്സ്റ്റ് നമുക്ക് ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ മികച്ചൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ SuperAMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ ക്വാളിറ്റി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ LCD ഡിസ്പ്ലേയിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കളർ ഷെയ്ഡൊക്കെ വ്യത്യാസം വരും. ഇത് ഒരേ ക്വാളിറ്റി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. അടുത്ത് നമുക്ക് ഈ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും നോക്കാം.